കശ്മീരിൽ മുത്തയ്യ മുരളീധരൻ ഡിസ്റ്റിലറിക്കായി സ്ഥലം വാങ്ങിയതു മുതൽ തിരുവനന്തപുരം കണ്ടല സഹകരണ സംഘത്തിൽ നിന്ന് കാശെടുത്ത് CPI നേതാവ് N ഭാസുരാംഗന്റെ മകൻ നടത്തിയ ബിസിനസ്സുകൾ വരെ അന്വേഷിക്കേണ്ടതാണ് ഇഡിക്ക്. കേരളത്തിൽ തന്നെ 1/2 ഡസനോളം കേസുകൾ സജീവമായി ഇഡിക്ക് മുന്നിലുണ്ട്. അതിനിടെ ഇഡിയുടെ സമയം മെനക്കെടുത്താൻ കേരള പോലീസ് ഉണ്ടാക്കിയ കുറ്റപത്രമാണ് കൊടകര കേസ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഏക കാര്യം. അങ്ങനെ തോന്നാനുള്ള കാരണം ഇഡിക്ക് കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പ്രധാന കാര്യം BJP ധർമ്മരാജൻ വഴി കേരളത്തിലേക്ക് എത്തിച്ചത് 41,40,00,000 രൂപയാണ് എന്നാണ്. ഈ പണം BJPയുടെ ബംഗളൂരുവിലെ ഉന്നതനായ നേതാവിൽ നിന്ന് ഏറ്റുവാങ്ങി കേരളത്തിൽ കൊണ്ടുവരുന്ന ചുമതലയായിരുന്നു ധർമ്മരാജന്. ധർമ്മരാജൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ അടുത്ത സുഹൃത്താണ്. ധർമ്മരാജൻ K സുരേന്ദ്രന്റെ ഒപ്പം തിരുവനന്തപുരത്തും കോന്നിയിലും വച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിട്ടുണ്ട്. പണം കൈമാറി എന്ന് കേരള പോലീസ് കണ്ടെത്തിയ സമയത്ത് BJPയുടെ കർണാടകത്തിലെ ഉന്നത നേതാവും ധർമ്മരാജനും ഒരേ സ്ഥലത്തുണ്ട് എന്നതിന് മൊബൈൽ രേഖകളുണ്ട്. അപകടം ഉണ്ടായ ശേഷം ധർമ്മരാജൻ ആദ്യം വിളിച്ചത് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയാണെന്നും രണ്ടാമത് സംഘടനാ സെക്രട്ടറി M ഗണേശനെയാണെന്നും കേരള പോലീസ് ഇഡിക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്.